നമുക്ക് അടുത്തത് പഠിക്കാനുള്ളതാണ് ബയോമോളിക്യൂൾസിലെ എൻസൈംസ് എന്ന് പറയുന്നത്. എൻസൈംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് കൂട്ടുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത് കെമിക്കൽ റിയാക്ഷനിൽ. ഇപ്പോൾ എ ബി ആയിട്ട് മാറുന്ന ഒരു റിയാക്ഷൻ, അതിൽ എ വിളിക്കുന്ന പേര് സബ്സ്ട്രേറ്റ് എന്നാണ്. ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റാണ്, നമ്മൾ എന്തിനാണോ കിട്ടേണ്ടത് അത്. ഇനി ആ റിയാക്ഷൻ സാധാരണ ഒരു സ്പീഡിൽ നടക്കും, പക്ഷേ വേറൊരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ റിയാക്ഷൻ്റെ സ്പീഡ് കൂടും. ആ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എൻസൈം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ എ ബി ആയിട്ട് മാറുന്നു. അപ്പോൾ എ ആണ് നമ്മുടെ സബ്സ്ട്രേറ്റ്, ബി ആണ് നമ്മുടെ പ്രോഡക്റ്റ്. ഈ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്ന ആളാണ് എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്, ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, എന്നിട്ട് കാർബോണിക് ആസിഡായിട്ട് മാറും. ആ റിയാക്ഷൻ നോർമൽ കേസിൽ നടക്കുന്നതാണ്, നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റത്തിലൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ റിയാക്ഷൻ എൻസൈം ഇല്ലാതെ നടക്കണമെങ്കിൽ, ഇൻ ദ ആബ്സെൻസ് ഓഫ് എൻസൈം, ആ റിയാക്ഷൻ നടക്കാൻ ഒരു ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ ഏകദേശം ഒരു 200 മോളിക്യൂൾസ് ഓഫ് എന്താ പറയുക കാർബോണിക് ആസിഡ് ഉണ്ടാവും. ബട്ട് ഇഫ് ദ എൻസൈം കാർബോണിക് അൺഹൈഡ്രേസ് ഇസ് പ്രസൻറ്റ്, എൻസൈം കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം പ്രസൻ്റ് ആണെങ്കിൽ അതിൻ്റെ റേറ്റ് കൂടും. റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഉണ്ടാവുന്ന എത്രമാത്രം പ്രോഡക്റ്റ് കൂടുതലുണ്ടാവുന്നു, ആ പ്രോഡക്റ്റ് കൂടുതലുണ്ടാവും. ആ പ്രോഡക്റ്റിൻ്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 6 lakhs ആയിരിക്കും പെർ സെക്കൻഡ്. ആലോചിക്കുക, 200 പെർ മിനിറ്റ് ഉണ്ടാവുന്ന സ്ഥാനത്ത് 6 lakh പെർ സെക്കൻഡ് ഉണ്ടാവും. അപ്പോൾ അത്ര അധികം മോളിക്യൂൾസ് കൂടുതലുണ്ടാവും. അപ്പോൾ റിയാക്ഷൻ്റെ സ്പീഡ് ഏകദേശം ഒരു മില്യൺസ് ടൈമാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് എൻസൈം അല്ലെങ്കിൽ കാറ്റലിസ്റ്റിൻ്റെ പ്രത്യേകത. ലിവിങ് സിസ്റ്റത്തിലെ ബയോളജിക്കൽ സിസ്റ്റത്തിലെ എൻസൈംസിന് പറയുന്ന അല്ലെങ്കിൽ കാറ്റലിസ്റ്റിന് പറയുന്ന പേരാണ് എൻസൈം. ഒരു ലിവിങ് സിസ്റ്റത്തിലെ റിയാക്ഷൻ എൻ്റെ റേറ്റ് കൂട്ടുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എൻസൈമുകൾ എന്ന് വിളിക്കുന്നത്, എൻസൈംസ്. അപ്പോൾ എൻസൈംസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇനി കെമിക്കലി പറയുകയാണെങ്കിൽ, ഇപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഉണ്ടാവുന്ന സ്പീഡ്, അതായത് നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഇൻ പെർ യൂണിറ്റ് ടൈം. നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോഡക്ട്സ് പെർ യൂണിറ്റ് ടൈമാണ്. ഒരു ഇത്ര സമയത്തിനുള്ളിൽ എന്തുമാത്രം പ്രോഡക്ട്സ് ഉണ്ടാവുന്നു, അതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലിവിങ് സിസ്റ്റത്തിലെ എല്ലാ റിയാക്ഷനും എൻസൈം കാറ്റലൈസ്ഡാണ്. ലിവിങ് സിസ്റ്റത്തിലെ എല്ലാ റിയാക്ഷൻസും. അതല്ലാതെയും ധാരാളം റിയാക്ഷൻസ് നമ്മൾ നടക്കുന്നുണ്ട്, എന്നാലും ലിവിങ് സിസ്റ്റത്തിലെ റിയാക്ഷൻസ് എല്ലാം എൻസൈം കാറ്റലൈസ്ഡാണ്. സാധാരണ കുറേ റിയാക്ഷൻസ് നടക്കുന്ന കാര്യമൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ എൻസൈമിൻ്റെ പ്രത്യേകത അത് പ്രോഡക്റ്റിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്നു, അതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഒരു എന്താ പറയുക, മെറ്റബോളിക് റിയാക്ഷൻസ് നമ്മൾ പഠിച്ചപ്പോൾ മെറ്റബോളിക് പാത്വേസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു മെറ്റബോളിക് പാത്വേ ആണ് ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ടു പൈറൂവിക് ആസിഡ്, ഗ്ലൈക്കോളിസിസ്. ആ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ വളരെയധികം എൻസൈംസ്, അതായത് 10 സ്റ്റെപ്പ് റിയാക്ഷനാണ്, 10 എൻസൈംസ് ഇൻവോൾവ് ആണ്. അപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് മെറ്റബോളിക് പാത്വേസ് ഉണ്ട്. ആ ഓരോ മെറ്റബോളിക് പാത്വേസിലും അത്ര അധികം എൻസൈംസ് ഇൻവോൾവ് ആണ്, അത്ര അധികം എൻസൈംസ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി കെമിക്കലി എൻസൈംസ് എന്താണ്, സ്ട്രക്ചറലി അവരെന്താണ്? ദേ ആർ പ്രോട്ടീൻസ്. ഇൻ മെജോറിറ്റി കേസസ് എൻസൈംസ് ആർ പ്രോട്ടീൻസ്. ഒരു എക്സെപ്ഷൻ ഉള്ളത് റൈബോസൈം എന്ന് പറയുന്ന RNA മോളിക്യൂൾസ് ഉണ്ട്. RNA നമ്മൾ കണ്ടു, ന്യൂക്ലിക് ആസിഡ്സ് ആണ്. ആ RNA മോളിക്യൂൾസ് പ്രോട്ടീൻസ് അല്ല, അവർ RNA ആണ്, അതായത് ന്യൂക്ലിക് ആസിഡ്സ് ആണ്. ബാക്കിയുള്ള ഏകദേശം എല്ലാ എൻസൈംസും പ്രോട്ടീൻസാണ്, പ്രോട്ടീനേഷ്യസ് ആണ്. അപ്പോൾ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ എന്താ? നമ്മൾ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ പഠിച്ചതാണ്. പ്രൈമറി, സെക്കൻഡറി. പ്രൈമറി എന്ന് പറഞ്ഞാൽ ലീനിയർ ചെയിൻ, സെക്കൻഡറി എന്ന് പറയുമ്പോൾ ബീറ്റാ പ്ലീറ്റഡ് സ്ട്രക്ചറും കോയിലിൻ്റെ സ്ട്രക്ചറും, ടേർഷറി ആ പറയുന്ന സ്ട്രക്ചർ വീണ്ടും കോയിൽ ചെയ്യും, ക്വാട്ടേണറി, ഇങ്ങനത്തെ കുറേ ടേർഷറി സ്ട്രക്ചർ കൂടിയാണ് ക്വാട്ടേണറി ഉണ്ടാകുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ടേർഷറി സ്ട്രക്ചറിലാണ് എൻസൈംസ് ഇരിക്കുന്നത്.
ടെർഷ്യറി സ്ട്രക്ചറുള്ള എൻസൈംസിന് ഈ എൻസൈംസ് ആ സ്ട്രക്ചർ ഇങ്ങനെ അതിങ്ങനെ ടെർഷ്യറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ ചുറ്റി വരണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ക്രവിസസ് ഉണ്ടാവും. ക്രവിസസ് എന്ന് പറഞ്ഞാൽ ഹോൾസ്. ആ ഹോൾസിനെയാണ് ആക്റ്റീവ് സൈറ്റ്സ് എന്ന് പറയുന്നത്. എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്രവിസസ് ആണ്. അപ്പോൾ എൻസൈംസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് ആണ്, ടെർഷ്യറി സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത്. ദേ ഫോം ക്രവിസസ് ആൻഡ് ദീസ് ക്രവിസസ് ആർ നോൺ ആസ് ആക്റ്റീവ് സൈറ്റ്. എന്താണ് ആക്റ്റീവ് സൈറ്റ് നമ്മൾ വഴിയെ പറയും. ഈ ആക്റ്റീവ് സൈറ്റിലേക്കാണ് നമ്മുടെ സബ്സ്ട്രേറ്റുകൾ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കുന്നതാണ് എൻസൈമിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ആ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. ഇനി എൻസൈമിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. എൻസൈമിനെ നമ്മൾ സിമ്പിളായിട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 types ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദേ ആർ സിമ്പിൾ എൻസൈംസ് ആൻഡ് ഹോളോ എൻസൈംസ്. Simple enzymes are made up of only proteins. They are proteinaceous in nature. While hollow enzymes are made up of protein and non-protein part. Hollow enzymes il protein undu, non-protein undu. This protein part is known as apoenzyme and non-protein part is known as cofactor. അപ്പോൾ എൻസൈംസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. സിമ്പിൾ എൻസൈംസും ഹോളോ എൻസൈംസും. സിമ്പിൾ എൻസൈംസ് ആർ മേഡ് അപ്പ് ഓഫ് ഓൺലി പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹോളോ എൻസൈംസ് എന്ന് പറഞ്ഞാലോ പ്രോട്ടീനും ഉണ്ട്, നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്. ഇനി പ്രോട്ടീൻ പാർട്ടിന് പറയുന്ന പേരാണ് എപ്പോ എൻസൈം. നോൺ പ്രോട്ടീൻ പാർട്ടിന് പറയുന്ന പേരാണ് കോഫാക്ടർ. അപ്പോൾ ഒന്നും കൂടെ പറയാം. എൻസൈംസ് 2 തരത്തിൽ, സിമ്പിൾ എൻസൈംസ് ആൻഡ് ഹോളോ എൻസൈം. സിമ്പിൾ എൻസൈംസ് പ്രോട്ടീൻ മാത്രം. ഹോളോ എൻസൈം എന്ന് പറഞ്ഞാൽ പ്രോട്ടീനും നോൺ പ്രോട്ടീനും, പ്രോട്ടീൻ അല്ലാത്ത ഒരു ഘടകവും കൂടി അതിലുണ്ടാവും. അപ്പോൾ ആ നോൺ പ്രോട്ടീൻ പാർട്ട്, പ്രോട്ടീൻ പാർട്ടിന് പറയുന്ന പേര് എപ്പോ എൻസൈം എന്നും നോൺ പ്രോട്ടീൻ പാർട്ടിന് പറയുന്ന പേര് കോഫാക്ടറാണ്. ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് കോഫാക്ടർ ദേ ക്യാൻ ബി അഗൈൻ ഡിവൈഡഡ് ഇൻ ടു 3: പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോ എൻസൈംസ് ആൻഡ് മെറ്റലൈൻസ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഓർഗാനിക് സബ്സ്റ്റൻസസ്, ഓർഗാനിക് കമ്പൗണ്ട്സ്. ദേ ആർ പെർമനൻ്റ്ലി ബൈൻഡ് ടു ദ എപ്പോ എൻസൈം. ആ പ്രോട്ടീൻ പാർട്ടുമായിട്ട് പെർമനൻ്റായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന ഓർഗാനിക് എന്ന് പറഞ്ഞാൽ കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കോ എൻസൈം. കോ എൻസൈം മീൻസ് ദേ ആർ ഓൾസോ ഓർഗാനിക്. പക്ഷേ വ്യത്യാസം എന്തായിരിക്കും? അവരുടെ ആ ബൈൻഡിങ് എന്ന് പറയുന്നത് ഓൺലി റെസ്ട്രിക്റ്റഡ് ടു ദ ടൈം ഓഫ് കാറ്റലിസിസ്. കാറ്റലൈസിസിൻ്റെ സമയത്ത് മാത്രമേ അവർ ഈ പ്രോട്ടീൻ പാർട്ടുമായിട്ട് അല്ലെങ്കിൽ എപ്പോ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ, പ്രോസ്തെറ്റിക് ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾ പറയുന്ന ഹീം, പെറോക്സിഡേസ്, കാറ്റലൈസ് എന്നൊക്കെ പറയുന്ന എൻസൈംസ് ഉണ്ട്. അതിലെ ഹീം പാർട്ടാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾ. കോ എൻസൈമിൻ്റെ എക്സാമ്പിൾ NADയിലും NADPയിലും ഒക്കെ കാണുന്ന നിയാസിൻ, അതാണ് കോ എൻസൈമിൻ്റെ എക്സാമ്പിൾ. ഇനി അടുത്തത് മെറ്റൽ അയൺസ് ആണ്. മെറ്റൽ അയൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഫോം കോർഡിനേഷൻ ബോണ്ട്സ് വിത്ത് ആക്റ്റീവ് സൈറ്റ് ആൻഡ് ദ സബ്സ്ട്രേറ്റ്. ആക്റ്റീവ് സൈറ്റുമായിട്ടും സബ്സ്ട്രേറ്റുമായിട്ടും കോർഡിനേഷൻ ബോണ്ട് ഉണ്ടാക്കുന്ന മെറ്റൽസ്, മെറ്റാലിക് അയൺസ്. സിങ്ക് പോലത്തെ മെറ്റാലിക് അയൺസ്. സിങ്ക് കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്ന പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമിൽ പ്രസൻ്റ് ആണ് സിങ്ക്. കാർബോക്സി പെപ്റ്റിഡേസ് ഒക്കെ നമ്മളിനി ഡൈജഷൻ വരുമ്പോൾ കാണും. പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആണ്. അപ്പോൾ ഇതാണ് എൻസൈംസിൻ്റെ ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ. എൻസൈംസ് ബയോളജിക്കൽ കാറ്റലിസ്റ്റാണ്. ബയോകെമിക്കൽ റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും, സ്പീഡ് കൂട്ടും. സ്പീഡ് കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോഡക്ട്സ്, അല്ലെങ്കിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോഡക്ട്സ് പെർ യൂണിറ്റ് ടൈം, അതാണ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി ആ റിയാക്ഷൻ്റെ ഡയറക്ഷനും കൂടെ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റേറ്റ് എന്നുള്ള വാക്ക് മാറി വേണമെങ്കിൽ വെലോസിറ്റി എന്ന് ഉപയോഗിക്കാം. പിന്നെ എൻസൈമിൻ്റെ ടെർഷ്യറി സ്ട്രക്ചറിൽ ക്രവിസസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹോൾസ് പോലത്തെ സ്ട്രക്ചർ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻസൈംസിനെ രണ്ടായിട്ട് തിരിക്കാം അതിൻ്റെ കെമിക്കൽ നേച്ചർ വെച്ച്. സിമ്പിൾ എൻസൈംസ് ആൻഡ് ഹോളോ എൻസൈംസ്. സിമ്പിൾ എൻസൈംസ് ഓൺലി പ്രോട്ടീൻസ്, ഹോളോ എൻസൈംസ് പ്രോട്ടീൻ പ്ലസ് നോൺ പ്രോട്ടീൻ പാർട്ട്. ഈ protein part is known as apoenzyme and non-protein part on the basis of their chemical nature they can be divided into 3: prosthetic group, coenzymes and metal ions. Prosthetic group organic ആണ്, permanently attached to the apoenzyme. Then coenzymes, they are also organic, their binding is temporary, that is they bind to the apoenzyme only at the time of catalysis.
Methyl form coordination bonds with active site and also with the substrate. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻസൈമിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്ത് പറയുന്ന എൻസൈം എങ്ങനെയാണ് ആക്ഷൻ നടക്കുന്നത്, ഈ കാറ്റലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെ നടക്കുന്നു. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദ സബ്സ്ട്രേറ്റ് ബൈൻഡ്സ് ടു ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം. എന്താ ഈ കാണുന്നതാണ് എൻസൈമും സബ്സ്ട്രേറ്റും. അപ്പോൾ എൻസൈമിൻ്റെത് ഈ കാണുന്ന ഭാഗങ്ങളില്ലേ, ക്രവിസസ് എന്ന് പറയുന്ന, അതാണ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ആക്റ്റീവ് സൈറ്റിലേക്ക് ഈ സബ്സ്ട്രേറ്റ് പോയി അറ്റാച്ച് ചെയ്യും. ഈ അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻസൈം കുറച്ചൊരു ചെറിയൊരു സ്ട്രക്ചറൽ വേരിയേഷൻ നടത്തും. അതിൻ്റെ ഫലമായിട്ട് ഈ എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് മാക്സിമം അറ്റാച്ച്മെൻറ്റിലിരിക്കും, അത്ര അധികം ലിങ്ക് ചെയ്തിരിക്കും. ദ സബ്സ്ട്രേറ്റ് ബൈൻഡ്സ് ടു ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം. എന്നിട്ടൊരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കുകയാണ്. ബൈ ദ ബൈൻഡിങ്, ഇൻഡ്യൂസ്ഡ് ബൈ ദ ബൈൻഡിങ്, ദ എൻസൈം ഓൾട്ടർ ഇറ്റ് ഷേപ്പ്. എൻസൈം അതിൻ്റെ ഷേപ്പിനെ കുറച്ച് ചേഞ്ച് വരുത്തും. അപ്പോൾ അത് കൂടുതൽ ടൈറ്റായിട്ട് സബ്സ്ട്രേറ്റിൻ്റെ ചുറ്റുമായിട്ടിരിക്കും. അതിനുശേഷം ഇതാണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം ഈ സബ്സ്ട്രേറ്റ് ഉണ്ടല്ലോ, ഇതാണല്ലോ സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റിൻ്റെ കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. കെമിക്കൽ ബോണ്ട്സ്, അതാണ് നമ്മുടെ ആവശ്യം. സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റായി മാറണം. അപ്പോൾ സബ്സ്ട്രേറ്റിൻ്റെ കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ചെയ്യും ആക്റ്റീവ് സൈറ്റിൻ്റെ ഇൻഡ്യൂസിങ് മൂലം. ആക്റ്റീവ് സൈറ്റിൽ വെച്ച് സബ്സ്ട്രേറ്റിൻ്റെ കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അങ്ങനെ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റായിട്ട് മാറും. കാണാം, ഇത് സബ്സ്ട്രേറ്റ് കണ്ടോ, 2 പ്രോഡക്റ്റായിട്ട് മാറി. ആ പ്രോഡക്റ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിന് എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കാൻ പറ്റില്ല. അത് എന്ത് ചെയ്യും, എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടും. അങ്ങനെ പ്രോഡക്ട്സും ഫ്രീ ആവും, എൻസൈമും ഫ്രീ ആവും. നിങ്ങൾക്ക് കാണാം, എൻസൈമും ഫ്രീ ആയി, പ്രോഡക്ട്സും ഫ്രീ ആയി. ദിസ് എൻസൈം അഗെയിൻ അറ്റാച്ചസ് ടു അനദർ സബ്സ്ട്രേറ്റ് ആൻഡ് ഫോംസ് പ്രോഡക്ട്സ്. ഈ റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇതൊരു ലോക്ക് ആൻഡ് കീ മോഡലാണ്. അതായത് ഒരു പൂട്ട് തുറക്കാൻ ഒരു പെർട്ടിക്കുലർ കീ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ റിയാക്ഷനും, എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷനും. ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തസിസ് എന്ന് പറയും. ഒരു പെർട്ടിക്കുലർ എൻസൈം ഒരു പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. അത് ഹൈലി സ്പെസിഫിക് ആണ്. ഇപ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലായോ? സബ്സ്ട്രേറ്റ് എൻസൈമുമായിട്ട് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റുമായിട്ട് ബൈൻഡ് ചെയ്യും. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ബൈൻഡിങ് എൻസൈം ഫോംസ് സം സ്ട്രക്ചറൽ ചേഞ്ചസ്. എൻസൈം ചില സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തും. ദെൻ the active site, in the active site the substrate breaks the chemical bonds and forms products. Immediately after product formation, these products will be freed from the enzyme, so that enzyme will be also free and it goes and attaches to the another substrate. പുതിയ സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യും and the cycle repeats. ഈ സൈക്കിൾ നടന്നുകൊണ്ടേയിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു ഇന്നെസെൻസ്, എങ്ങനെയാണ് എൻസൈം ആക്ഷൻ നടക്കുന്നതെന്ന്. ഇനി അത് കുറച്ചും കൂടി പ്രിസൈസ്ലി എൻസൈം എങ്ങനെയാണ് ഈ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുന്നത്, ആ മെക്കാനിസം ഓഫ് ആക്സിലറേഷൻ, റേറ്റ് കൂട്ടുകയാണല്ലോ ചെയ്യുന്നത്, അതാണ് ഇനി പറയാൻ പോകുന്നത്. അതിന് കൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നൊരു കൺസെപ്റ്റും കൂടി പറയാനുണ്ട്. അതായത് ഈ എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ബൈൻഡ് ചെയ്ത് ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവില്ലേ, അതൊരു ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് ആണ്, അതൊരു താൽക്കാലികമായിട്ടുള്ള സ്റ്റേറ്റ് ആണ്, അതൊരു പെർമനൻറ്റ് ബൈൻഡിങ് അല്ല. എന്നിട്ടത് പ്രോഡക്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സബ്സ്ട്രേറ്റിന് പ്രോഡക്റ്റായിട്ട് മാറണമെങ്കിൽ അതൊരു ഹൈ എനർജി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യണം, ഒരു ഹൈ എനർജി ലെവൽ അറ്റൈൻ ചെയ്യണം. ആ ഹൈ എനർജി ലെവലിന് പറയുന്ന പേരാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഹൈ എനർജി ലെവലിന് പറയുന്ന പേരാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. നിങ്ങൾക്ക് ഡയഗ്രത്തിൽ ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്രാഫിൽ കാണാം ഒരു സബ്സ്ട്രേറ്റിൻ്റെ എനർജി ലെവലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് എനർജി ലെവൽ ഓഫ് സബ്സ്ട്രേറ്റ്. ഇനി ഈ സബ്സ്ട്രേറ്റിന് എവിടെ എത്തണം, പ്രോഡക്റ്റ് ആവണമെങ്കിൽ ഇത്രയും എനർജി കൂടുതലായിട്ട് നേടണം. ആ എനർജിക്ക് പറയുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ്, ഈ സബ്സ്ട്രേറ്റിൻ്റെ എനർജി ലെവലും ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആവാൻ ഉള്ള സ്റ്റേറ്റില്ലേ, ആ സ്റ്റേറ്റിൻ്റെ എൻ്റെ ഇടയ്ക്കുള്ള എനർജി ഡിഫറൻസിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എ സബ്സ്ട്രേറ്റ്
അതിന് സബ്സ്ട്രേറ്റിൻ്റെ എനർജി ലെവൽ വളരെ ആവറേജ് എനർജി ലെവൽ കുറവായിരിക്കും. ആ എനർജി ലെവൽ കൂടി ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് എത്തിയാൽ മാത്രമേ അതിന് പ്രോഡക്റ്റായിട്ട് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സബ്സ്ട്രേറ്റിൻ്റെ എനർജി ലെവലും പ്രോഡക്റ്റ് ആ ട്രാൻസിഷൻ സ്റ്റേറ്റിൻ്റെയും ഇടയ്ക്കുള്ള ഡിഫറൻസ്, ആ എനർജി ഡിഫറൻസിനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. എൻസൈമിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ആക്ടിവേഷൻ എനർജി, ഡിക്രീസസ് ആക്ടിവേഷൻ എനർജി. അതായത് വേഗം തന്നെ ഈ സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റായി മാറ്റുക. നോക്കിയേ, 2 റിയാക്ഷൻസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റായി മാറുന്നു. ഇപ്പോൾ 2 റിയാക്ഷനാണ്. ഒരു റെഡ് കളറിലുള്ള ഒരു റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട്, ഒരു പിങ്ക് കളറിലുള്ള കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് കളറിലുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ട് ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം. എൻസൈം ഇല്ലെങ്കിൽ എത്രമാത്രം ആക്ടിവേഷൻ എനർജി സബ്സ്ട്രേറ്റ് അറ്റൈൻ ചെയ്യണം, അതാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എൻസൈം ഇല്ല. ഇനി അടുത്ത കേസിൽ നോക്കിയേ, അടുത്ത കേസിൽ ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈമാണ്. അതായത് ഇവിടെ എൻസൈം ഉണ്ട്, അപ്പോൾ എനർജി കുറച്ച് അറ്റൈൻ ചെയ്താൽ മതി. കണ്ടോ, ഇവിടുത്തെ എനർജി ലെവൽ കുറച്ചല്ലേ, അപ്പോൾ സബ്സ്ട്രേറ്റ് കുറച്ചും കൂടെ സ്പീഡിൽ ഈ എനർജി അറ്റൈൻ ചെയ്യും, എന്നിട്ട് പ്രോഡക്റ്റായിട്ട് മാറും. അതേസമയം സബ്സ്ട്രേറ്റ് ഇല്ലെങ്കിലോ, ഈ എൻസൈം ഇല്ലെങ്കിലോ ഈ സബ്സ്ട്രേറ്റ് ഇത്ര അധികം എനർജി ലെവൽ അറ്റൈൻ ചെയ്യണം, എന്നാലേ പ്രോഡക്റ്റായിട്ട് മാറാൻ പറ്റും. ഇവിടെ എക്സ് ആക്സിൽ കാണിച്ചിരിക്കുന്നത് റേറ്റ് ഓഫ് റിയാക്ഷൻ, പ്രോഗ്രസ് ഓഫ് റിയാക്ഷനാണ്. വൈ ആക്സിൽ കാണിച്ചിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി, അതായത് സബ്സ്ട്രേറ്റ് അറ്റൈൻ ചെയ്യേണ്ട, സബ്സ്ട്രേറ്റിൻ്റെ ഇപ്പോഴും എനർജി അത് പ്രോഡക്റ്റ് ആകുമ്പോൾ അറ്റൈൻ ചെയ്യേണ്ട എനർജി. അപ്പോൾ സബ്സ്ട്രേറ്റ് വിത്തൗട്ട് എൻസൈം it has to attain a transient energy state to form products. But if the enzymes are present, the enzyme lowers the activation energy. Activation energy എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ ദ എനർജി ലെവൽ ഓഫ് സബ്സ്ട്രേറ്റിൻ്റെ എനർജി ലെവലും ആ പ്രോഡക്റ്റ് ആവാൻ വേണ്ടി ട്രാൻസിയൻറ്റ് സ്റ്റേറ്റിൻ്റെ എനർജി ലെവലും തമ്മിലുള്ള ഡിഫറൻസാണ്. ആ ഡിഫറൻസിനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ആ ആക്ടിവേഷൻ എനർജി കുറയ്ക്കുകയാണ് നമ്മുടെ എൻസൈമിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് എൻസൈം ആ പ്രോസസ്സ് നടത്തുന്നത്. മെക്കാനിസം ഓഫ് ആക്സലറേഷൻ. അടുത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ, എങ്ങനെയാണ് സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റായി മാറുന്നത്. ഇനി അടുത്തത് പറയാനുള്ളത്, ഇനി ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ എനർജി ഡിഫറൻസ്, സബ്സ്ട്രേറ്റും പ്രോഡക്റ്റും തമ്മിലുള്ള എനർജി ഡിഫറൻസിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഇത് സബ്സ്ട്രേറ്റിൻ്റെ എനർജി, ഇത് പ്രോഡക്റ്റിൻ്റെ എനർജി, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. സാധാരണ കേസിൽ സബ്സ്ട്രേറ്റിൻ്റെ എനർജി കുറവാണ്, പ്രോഡക്റ്റിന് ആവാൻ എനർജി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് എനർജി ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ എസ് ആൻഡ് പി എന്ന്. ഇഫ് പി ഈസ് അറ്റ് ലോവർ എനർജി ലെവൽ ദാൻ എസ്, അതായത് പിയുടെ എനർജി ലെവൽ കുറവാണെങ്കിൽ ആ റിയാക്ഷന് എക്സോതേർമിക് റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ ആ എക്സോതേർമിക് റിയാക്ഷൻ നടക്കാൻ നമ്മൾ പുറത്തുനിന്ന് എനർജി ഒന്നും സപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അതാണ് എക്സോതേർമിക് റിയാക്ഷൻ. അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് റിയാക്ഷൻ വേറെ, എൻഡോതേർമിക് റിയാക്ഷനൊക്കെ വേറെ ഉണ്ട്. എൻഡോതേർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്ന കേസ്, അതായത് സബ്സ്ട്രേറ്റിനേക്കാൾ എനർജി ലെവൽ കൂടി നിൽക്കുകയാണ് പ്രോഡക്റ്റ് എങ്കിൽ, അപ്പോൾ നമ്മൾ എക്സ്ട്രാ എനർജി സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെയാണ് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സബ്സ്ട്രേറ്റിൻ്റെ ആവറേജ് എനർജിയും പ്രോഡക്റ്റിൻ്റെ ട്രാൻസിഷൻ സ്റ്റേറ്റിലെ എനർജിയുടെയും ഡിഫറൻസിനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഈ ആക്ടിവേഷൻ എനർജി ലോ ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളതാണ് എൻസൈമിൻ്റെ ഫങ്ഷൻ. ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് പറയാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. ഈ പറയുന്ന എൻസൈം ആക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ? ഒന്നാമത്തെ ഫാക്ടർ ടെമ്പറേച്ചർ. അതായത് നമുക്കറിയാം എൻസൈംസ് ആർ പ്രോട്ടീൻസ്. അപ്പോൾ പ്രോട്ടീൻ ഒരു പ്രത്യേകതയുണ്ട്, ഒരു പരിധിയിൽ കൂടുതൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? പ്രോട്ടീൻ്റെ സ്ട്രക്ചർ അങ്ങ് നഷ്ടപ്പെടും. എന്നിട്ട് സാധാരണ ഒരു കെമിക്കൽ റിയാക്ഷൻ, കാറ്റലൈസ് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ കൂടുമ്പോഴും റിയാക്ഷൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. റിയാക്ഷൻ്റെ റേറ്റ് ഡബിൾ ചെയ്തുകൊണ്ടിരിക്കും സാധാരണ കെമിക്കൽ റിയാക്ഷന്.
10°C കൂട്ടിയാൽ ആ റിയാക്ഷൻ റേറ്റ് കുറച്ചും കൂടെ സ്പീഡിൽ നടക്കും, അതായത് ടെമ്പറേച്ചർ ഇൻഡ്യൂസ് ചെയ്യും. പക്ഷേ ഈ ബയോളജിക്കൽ റിയാക്ഷനിൽ ഈ എൻസൈം എന്ന് പറയുന്നത് അത് പ്രോട്ടീൻസാണ്. പ്രോട്ടീൻസിൻ്റെ പ്രത്യേകത ഒരു പരിധിയിൽ കൂടുതൽ, ആദ്യം ടെമ്പറേച്ചർ കുറേശ്ശെ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടും. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ദിസ് എൻസൈംസ് വിൽ ബി ഡീനേച്ചേർഡ്. ഡീനേച്ചേർഡ് എന്ന് പറഞ്ഞാൽ എൻസൈംസ് ഇനാക്റ്റീവ് ആവും, അവരെ കൊണ്ട് ഒരു ഉപകാരമില്ല കേട്ടോ. അപ്പോൾ ആ എൻസൈംസിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടും, അപ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് കൂടില്ല. അതാണൊരു പ്രത്യേകത. സാധാരണ ഒരു കെമിക്കൽ റിയാക്ഷനും എൻസൈം കാറ്റലിസ്റ്റ് റിയാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. സാധാരണ കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റിയാക്ഷൻ്റെ റേറ്റ് കൂടും. ബട്ട് ഇൻ കേസ് ഓഫ് എൻസൈം കാറ്റലിസ്റ്റ് റിയാക്ഷൻ, സിൻസ് ദ എൻസൈംസ് ആർ പ്രോട്ടീൻസ് ആൻഡ് പ്രോട്ടീൻസ് വിൽ ബി denatured by heating, the reaction rate get lowered. ഇനി there is an optimum temperature, ഒരു വാക്കുണ്ട് optimum temperature. ആദ്യം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. ഈ എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് ടെമ്പറേച്ചർ, 2 pH, മൂന്നാമത്തത് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. ഈ 3 കാര്യങ്ങളാണ് എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട്, ടെമ്പറേച്ചർ അറ്റ് വിച്ച് പെർട്ടിക്കുലർ എൻസൈംസ് ഷോ ഹയസ്റ്റ് ആക്ടിവിറ്റി. അതായത് ഒരു പെർട്ടിക്കുലർ എൻസൈം അത് ഏറ്റവും ഹൈ ആക്ടിവിറ്റി, മാക്സിമം സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റാക്കി മാറ്റുക, ആ പ്രോസസ്സ് മാക്സിമം ലെവലിൽ ചെയ്യുന്ന ആ ടെമ്പറേച്ചറിനെയാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ബിയോണ്ട് വിച്ച് ദ എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻ. ആ താഴേക്കും പിന്നെ മുകളിലേക്ക് പോയാലും എൻസൈം ആക്ടിവിറ്റി കുറവായിരിക്കും. ഏറ്റവും മാക്സിമം എൻസൈം ആക്ടിവിറ്റി കാണിക്കുന്ന ആ ടെമ്പറേച്ചറിനെയാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിയേ, ഈ ഗ്രാഫും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എൻസൈം ആക്ടിവിറ്റിയാണ് ഈ ആക്സിൽ കാണിച്ചിരിക്കുന്നത്, ഇവിടെ അതിൻ്റെ pH. അപ്പോൾ pH നമ്മൾ കൂട്ടി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? എൻസൈം ആക്ടിവിറ്റി y ആക്സിൽ കാണിച്ചിരുന്ന എൻസൈം ആക്ടിവിറ്റി കൂടി വരും. ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ അത് ഡിക്ലൈൻ ചെയ്യും. അതുപോലെ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ എൻസൈം ആക്ടിവിറ്റി കൂടി വരും, ഒരു പെർട്ടിക്കുലർ ലെവലിലെത്തും, അവിടുന്ന് ഡിക്ലൈൻ ചെയ്യും. അപ്പോൾ ഈ പെർട്ടിക്കുലർ ലെവലിന് പറയുന്ന പേരെന്തായിരിക്കും? ഇതായിരിക്കും ഒപ്റ്റിമം ലെവൽ. ടെമ്പറേച്ചറിൻ്റെ കേസിലാണെങ്കിൽ ഇത് ഒപ്റ്റിമം ടെമ്പറേച്ചർ, pHൻ്റെ ആണെങ്കിൽ ഒപ്റ്റിമം pH. മനസ്സിലായോ? ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഓർ pH അറ്റ് വിച്ച് ദ എൻസൈം ആക്ടിവിറ്റി ഷോസ് മാക്സിമം, അതാണ് ഒപ്റ്റിമം ലെവൽ എന്ന് പറയുന്നത്. ടെമ്പറേച്ചറിൻ്റെ കാര്യം എടുത്താൽ ലോ ടെമ്പറേച്ചറിൽ എൻസൈം ടെമ്പറലി ഇനാക്റ്റീവ് ആയിരിക്കും. വെരി ലോ ടെമ്പറേച്ചർ കൊടുത്താൽ ചിലപ്പോൾ എൻസൈം ഇനാക്റ്റീവ് ആയി പോകും. ഹൈ ടെമ്പറേച്ചർ കൊടുത്താലോ പ്രോട്ടീൻസ് ഡീനേച്ചർ ചെയ്യും. അപ്പോൾ ആ ഒരു ആവറേജ് ടെമ്പറേച്ചർ ഉണ്ട്, അതാണ് ഒപ്റ്റിമം. അവിടെ ആയിരിക്കും ഏറ്റവും മാക്സിമം ആക്ടിവിറ്റി കാണിക്കുന്നത്. നെക്സ്റ്റ് pH എന്ന് പറഞ്ഞാൽ നേരത്തെ പറയാം, ടെമ്പറേച്ചറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ദ pH ലെവൽ അറ്റ് വിച്ച് എൻസൈം ഷോസ് ഹയസ്റ്റ് ആക്ടിവിറ്റി, അത് നേരത്തെ ടെമ്പറേച്ചർ പറഞ്ഞ പോലെ സെയിം. ഇനി അടുത്ത ഒരു ഫാക്ടറാണ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കേട്ടോ. വിത്ത് ഇൻക്രീസ് ഇൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ദ വെലോസിറ്റി ഓഫ് എൻസൈം ആക്ഷൻ റൈസസ് അറ്റ് ഫസ്റ്റ് ആൻഡ് റീച്ചസ് എ മാക്സിമം വെലോസിറ്റി. ദാറ്റ് വെലോസിറ്റി ഈസ് നോൺ ആസ് Vmax. അതായത് സബ്സ്ട്രേറ്റ് കൂട്ടിക്കൊടുത്താൽ എൻസൈമിൻ്റെ റിയാക്ഷൻ കൂടുമോ, എൻസൈം ആക്ഷൻ കൂടുമോ? ഇപ്പോൾ സബ്സ്ട്രേറ്റ് നോക്കിയേ, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ബീൻ പോലെ കാണുന്ന എൻസൈമാണ്, ഇത് സബ്സ്ട്രേറ്റ് ആണ്. ആ കുത്ത് പോലെ കാണുന്നത് സബ്സ്ട്രേറ്റ് ആണ്. ഇവിടെ നോക്കിയേ, എണ്ണം തന്നെ നമുക്ക് നോക്കാം. ഇവിടെ എൻസൈം 1 2 3 4 5 എൻസൈം ഉണ്ട്. സബ്സ്ട്രേറ്റോ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ ആകെ 5 എൻസൈം ഉള്ളതിന് 2 സബ്സ്ട്രേറ്റേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ എത്ര പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ? 2 പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ? പിന്നെ ആ റിയാക്ഷൻ കഴിഞ്ഞ് പിന്നെ സബ്സ്ട്രേറ്റ് ഫ്രീ ആയിട്ട് വേണം, വേറെ സബ്സ്ട്രേറ്റ് വന്നിട്ട് വേണം. അടുത്ത കേസിൽ നോക്കിയേ, എൻസൈം ഇതുപോലെ 5 എണ്ണം ഉണ്ട്, പക്ഷേ സബ്സ്ട്രേറ്റ് നമ്മൾ എണ്ണം കൂട്ടി കൊടുത്തു. എത്രയാണ്? 1 2 3 4 5 6 7 എൻസൈം, 7 സബ്സ്ട്രേറ്റുകളുണ്ട്. അപ്പോൾ ഈ 7 സബ്സ്ട്രേറ്റിനെയും എൻസൈംസ് എന്ത് ചെയ്യും? പ്രോഡക്റ്റ്സ് ആക്കി മാറ്റും. അപ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് കൂടിയോ? ഇനി സബ്സ്ട്രേറ്റുകൾ വളരെയധികം, ഈ കേസിൽ നമ്മൾ സബ്സ്ട്രേറ്റുകൾ വളരെയധികം കൊടുക്കുകയാണ്, അപ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് കൂടുമോയെന്ന്? ഒരു പരിധിയിൽ കൂടുതൽ കൂടില്ല. കാരണം എന്താ?
ഇവിടെ ഈ അവൈലബിൾ ആയിട്ടുള്ള 5 എൻസൈമും ഓരോ സബ്സ്ട്രേറ്റുകളാൽ സാച്ചുറേറ്റഡ് ആണ്. പിന്നെ ആ റിയാക്ഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് എൻസൈം ഫ്രീ ആയിട്ട് വന്നാലേ എൻസൈമിന് അടുത്ത സബ്സ്ട്രേറ്റിനെ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതാണ് അതിൻ്റെ വ്യത്യാസം. അതായത് വളരെ കുറവ് സബ്സ്ട്രേറ്റ് ലെവൽ, ഇപ്പോൾ എൻസൈമിൻ്റെ ലെവൽ നല്ലോണം ഉണ്ട്, സബ്സ്ട്രേറ്റ് വളരെ കുറവാണെങ്കിൽ റിയാക്ഷൻ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പതുക്കെ സബ്സ്ട്രേറ്റിൻ്റെ എമൗണ്ട് കൂട്ടി കൊടുത്തു, അപ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് കൂടും. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ സബ്സ്ട്രേറ്റിൻ്റെ എമൗണ്ട് കൂട്ടിയിട്ടും കാര്യമില്ല. എന്താണ്? ഒരു പരിധിയിൽ കൂടുതൽ കൂട്ടിയാലും അവൈലബിൾ എൻസൈംസ് വിൽ ബി സാച്ചുറേറ്റഡ് വിത്ത് ദ സബ്സ്ട്രേറ്റ്സ്. ആ അവൈലബിൾ ആയിട്ടുള്ള എൻസൈംസ് എല്ലാം സാച്ചുറേറ്റഡ് ലെവലിലെത്തി, ഒരു ലെവലിലെത്തി. പിന്നീട് അങ്ങോട്ട് മുകളിലേക്ക് പോയാലും കാര്യമില്ല. പിന്നീട് അങ്ങോട്ട് എൻസൈംസ് അവൈലബിൾ അല്ല. എൻസൈംസ് പിന്നെ ഫ്രീ ആയിട്ട് വന്നിട്ട് വേണം അടുത്ത സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റാക്കി മാറ്റാൻ. അതാണ് ഈ പറയുന്നതിൻ്റെ ഇൻ എസൻസ്. അതായത് നോക്കിയേ, with increase in substrate concentration, the velocity of enzyme action rises at first and reaches a maximum velocity. നോക്ക്, ഇതാണ് ആ ഗ്രാഫ്. ഇത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് റിയാക്ഷൻ റേറ്റ്. അപ്പോൾ റിയാക്ഷൻ റേറ്റ് ആദ്യം കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് സബ്സ്ട്രേറ്റിൻ്റെ എമൗണ്ട് കൂട്ടുമ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് കൂടും. കൂടി ഒരു പെർട്ടിക്കുലർ റേഞ്ചിലെത്തും. ആ പെർട്ടിക്കുലർ റേഞ്ചിൻ്റെ പേരാണ് വി മാക്സ്, അതായത് മാക്സിമം വെലോസിറ്റി. ഇതാണ് വി മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്ട്രേറ്റ് കൂട്ടി കൊടുത്താൽ എൻസൈം ആക്ഷൻ കൂടും, വെലോസിറ്റി കൂടും, റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടും. ഒരു പെർട്ടിക്കുലർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റാറ്റിക് ആയിരിക്കും. ആ ലെവലിനെയാണ് നമ്മൾ വി മാക്സ് എന്ന് വിളിക്കുന്നത്. വി മാക്സ്. This is not exceeded further by rise in concentration because the enzyme molecules are fully saturated. കണ്ടോ? അതായത് പിന്നെയും സബ്സ്ട്രേറ്റ് കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും റിയാക്ഷൻ റേറ്റ് കൂടാത്തതിൻ്റെ കാരണം എന്താ? അവൈലബിൾ എൻസൈംസ് എല്ലാം സാച്ചുറേറ്റഡ് ആയി. അവൈലബിൾ എൻസൈംസ് എല്ലാം അവരുടെ എല്ലാ ആക്റ്റീവ് സൈറ്റിൽ ഓരോ സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ എൻസൈംസ് ഫ്രീ ആയാലേ പിന്നീട് നടക്കുകയുള്ളൂ. അതാണ് ഈ റിയാക്ഷൻ കാണിച്ചിരിക്കുന്നത്. അതാണ് വി മാക്സ് എന്ന് പറയുന്നത്. വി മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യും. അതായത് മാക്സിമം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കാണിക്കുക, അവിടെയാണ് മാക്സിമം ദ റേറ്റ് ഓഫ് റിയാക്ഷനും കാണിക്കുക. ബിയോണ്ട് വിച്ച് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ബിക്കംസ് സ്റ്റാറ്റിക്. റേറ്റ് ഓഫ് റിയാക്ഷൻ പിന്നീട് കൂടില്ല. അതിനാണ് വി മാക്സ് എന്ന് പറയുന്നത്. റിയാക്ഷൻ അൾട്ടിമേറ്റ്ലി റീച്ചസ് എ മാക്സിമം വെലോസിറ്റി. ടെക്സ്റ്റിൽ അതാണ് പറയുന്നത്. വിത്ത് ഇൻക്രീസ് ഇൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, സബ്സ്ട്രേറ്റ് കൂടിക്കൊടുത്തു കഴിഞ്ഞാൽ ദ വെലോസിറ്റി ഓഫ് എൻസൈമാറ്റിക് റിയാക്ഷൻ റൈസസ് അറ്റ് ഫസ്റ്റ്. അപ്പോൾ റിയാക്ഷൻ ആദ്യം കൂടും. ദ റിയാക്ഷൻ അൾട്ടിമേറ്റ്ലി റീച്ചസ് എ മാക്സിമം വെലോസിറ്റി, ദറ്റ് ഈസ് വി മാക്സ്, വിച്ച് കനോട്ട് ബി എക്സീഡഡ് ഫർദർ. അതിനെ വീണ്ടും കൂട്ടാൻ പറ്റില്ല. ബിക്കോസ് എൻസൈം മോളിക്യൂൾസ് ആർ ഫ്യൂവർ ദാൻ സബ്സ്ട്രേറ്റ്. എൻസൈംസ് സബ്സ്ട്രേറ്റിനേക്കാൾ കുറവാണ്. അപ്പോൾ ഫ്രീ എൻസൈംസ് ഇല്ല. എന്തിനു വേണ്ടിയിട്ട്? സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാൻ. അതിനാണ് വി മാക്സ് എന്ന് പറയുന്നത്. ആ ഗ്രാഫ് ശ്രദ്ധിക്കുക. പിന്നെ ആ ഭാഗത്ത് തന്നെ പറയുന്നത് ഒരു അത് ഈ പറയുന്ന നോട്ടിലില്ല, എന്നാലും നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്. ഇൻഹിബിഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഞാൻ പറഞ്ഞു എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷൻ ഇസ് ഹൈലി സ്പെസിഫിക്. ഈ ആക്റ്റീവ് സൈറ്റ് ഹൈലി സ്പെസിഫിക് ആണ്. അത് ഈ പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റിനെ മാത്രമേ അങ്ങോട്ട് ബൈൻഡ് ചെയ്യിപ്പിക്കുകയുള്ളൂ. അപ്പോൾ വേറെ ഏതെങ്കിലും കെമിക്കൽസ്, ചിലപ്പോൾ സബ്സ്ട്രേറ്റുമായിട്ട് വളരെ സാമ്യമുള്ള കെമിക്കൽസ് വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ എൻസൈം ഇനാക്റ്റീവായിട്ട് മാറും. ആ എൻസൈമിന് പിന്നെ ആക്ടിവിറ്റി നടത്താൻ പറ്റില്ല, ഷട്ട് ഓഫ് ചെയ്യും. ആ ആക്ടിവിറ്റി, എൻസൈമിൻ്റെ ആക്ടിവിറ്റി നിന്നുപോകും. ആ പ്രോസസ്സിനെയാണ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ആ കെമിക്കലിനെ നമ്മൾ ഇൻഹിബിറ്റർ എന്ന് പറയും. ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ എ കെമിക്കൽ വിച്ച് ഇസ് അതർ ദാൻ ദ നോർമൽ സബ്സ്ട്രേറ്റ്. ഒരു സബ്സ്ട്രേറ്റ് അല്ലാത്ത ഏതോ ഒരു കെമിക്കൽ ദാറ്റ് ബൈൻഡ്സ് ടു ദ എൻസൈം ആക്റ്റീവ് സൈറ്റ്. എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്തു. ആൻഡ് ദാറ്റ് ബൈൻഡിങ് ഇസ് പെർമനൻറ്റ്. ആ ബൈൻഡിങ് പെർമനൻ്റ് ആയിരിക്കും. സോ ദാറ്റ് ദ എൻസൈം വിൽ നോട്ട് ബി ഫ്രീ ഫോർ ഫർദർ ആക്ടിവിറ്റി. എൻസൈം പിന്നെ ഫർദർ ആക്ടിവിറ്റിക്ക് ഫ്രീ ആവില്ല. വേറൊരു ടെക്സ്റ്റ് പറയുന്ന കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്.
അതായത് ഇൻഹിബിറ്റർ ക്ലോസ്ലി റിസംബിൾസ് ദ സബ്സ്ട്രേറ്റ്. ആ ഇൻഹിബിറ്റർ സബ്സ്ട്രേറ്റിനെ പോലെ തന്നെ ഇരിക്കും. മോളിക്കുലാർ സ്ട്രക്ചറിലൊക്കെ സബ്സ്ട്രേറ്റുമായിട്ട് വളരെ സാമ്യമുള്ളതായിരിക്കും. അപ്പോൾ അതിനെയാണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. ആ സ്ട്രക്ചറൽ സിമിലാരിറ്റി കൊണ്ട് എന്ത് ചെയ്യും? ഇൻഹിബിറ്റർ സബ്സ്ട്രേറ്റുമായിട്ട്, നോർമൽ സബ്സ്ട്രേറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യും. അവസാനം ഈ ഇൻഹിബിറ്ററാണ് പോയി എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ എൻസൈമിനെ അങ്ങ് ഇനാക്റ്റീവ് ആക്കും. അതിന് ടെക്സ്റ്റിൽ പറയുന്ന എക്സാമ്പിൾ ഇൻഹിബിഷൻ ഓഫ് സക്സീനിക് ഡീഹൈഡ്രോജിനേസ്. അതൊരു എൻസൈമാണ്. അവിടുത്തെ എൻസൈമാണ് സക്സീനിക് ഡീഹൈഡ്രോജിനേസ്. ആ പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യാണ്. ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ് മാലോണേറ്റ്. ശരിക്കും ഈ സക്സീനേറ്റ് ഡീഹൈഡ്രോജിനേസിൻ്റെ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സീനേറ്റ് ആണ്. സക്സീനേറ്റിലാണ് ആക്ട് ചെയ്യുന്നത് ഈ സക്സീനേറ്റ് ഡീഹൈഡ്രോജിനേസ്. പക്ഷേ മലോണേറ്റ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ആ മലോണേറ്റ് സക്സീനേറ്റിനെ പോലെ ഇരിക്കും. അതായത് മോളിക്കുലാർ സ്ട്രക്ചർ വളരെ സിമിലറാണ്. അത് പോയി ഈ സക്സീനേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? സക്സീനേറ്റിന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല, മലോണേറ്റ് ബൈൻഡ് ചെയ്യും. അങ്ങനെ എൻസൈം ഇനാക്റ്റീവായിട്ട് മാറും. അതാണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ഒരു എക്സാമ്പിൾ. കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? A substance which shows close resemblance to the original substrate gets binds to the enzyme and thereby preventing its further activity, and that substance is known as competitive inhibitor. Example is malonate, which inhibit the activity of succinate dehydrogenase. Its original substrate is succinate. അതാണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. അത് ഈ നോട്ടിലില്ല, ടെക്സ്റ്റിലുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മാർക്ക് ചെയ്യാം. അടുത്തത് ക്ലാസിഫിക്കേഷനാണ്, എൻസൈമിൻ്റെ ക്ലാസിഫിക്കേഷൻ. അതിൽ ഓക്സിഡോ റിഡക്റ്റേസ് എൻസൈമിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഞാനിതിന് മുമ്പ് പറഞ്ഞാന്ന് തോന്നുന്നു. എൻസൈമിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ എൻസൈമിൻ്റെ സബ്സ്ട്രേറ്റിൻ്റെ പേര് പ്ലസ് ASC, അല്ലെങ്കിൽ എൻസൈമിൻ്റെ റിയാക്ഷൻ്റെ പേര് പ്ലസ് ASC ആയിരിക്കും സാധാരണഗതി. അപ്പോൾ ഇവിടെ റിയാക്ഷൻ്റെ പേരാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഓക്സിഡോ റിഡക്റ്റേസ് ഓർ ഡീഹൈഡ്രോജിനേസ്. അത് കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻ ഇൻവോൾവിങ് എക്സ്ചേഞ്ച് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഓർ അയോൺ ബിറ്റ്വീൻ ടു സബ്സ്ട്രേറ്റ്സ്. രണ്ട് സബ്സ്ട്രേറ്റ് ഉണ്ട്. അപ്പോൾ S എന്നും S' റെഡ്യൂസ്ഡ് ഓക്സിഡൈസ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രണ്ട് സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന ഹൈഡ്രജൻ ആറ്റത്തിനെ അല്ലെങ്കിൽ ഹൈഡ്രജൻ മോളിക്യൂളിനെ എക്സ്ചേഞ്ച് ചെയ്യാം. ഈ എസ് റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലുള്ള എസ്സും ഉണ്ട്, ഓക്സിഡൈസ് സ്റ്റേറ്റിലുള്ള എസ്സും ഉണ്ട്. രണ്ട് സബ്സ്ട്രേറ്റുകളാണ്. അവർ തമ്മിൽ ഹൈഡ്രജൻ ആറ്റത്തിനെ അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യാം. അതാണ് ഓക്സിഡോ റിഡക്റ്റേസ്. അവിടുത്തെ റിയാക്ഷൻ അതല്ലേ, ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ. ഡീഹൈഡ്രോജിനേസ് ഹൈഡ്രജനെയാണ് റിമൂവ് ചെയ്യുന്നതുകൊണ്ട് ഡീഹൈഡ്രോജിനേസ്. അപ്പോൾ അതാണ് ഫസ്റ്റ് എൻസൈം. Next is transferases. That means they transfer a group between a pair of substrate S and S'. ഇവരൊരു ഗ്രൂപ്പിനെയാണ് എന്താ പറയുക എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് എസ് എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റ്, അതിലേക്ക് ഇരിക്കുന്നതാണ് G എന്ന് പറയുന്ന ഗ്രൂപ്പ്. വേറൊരു സബ്സ്ട്രേറ്റാണ് S' എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻസൈം എന്ത് ചെയ്യും? ട്രാൻസ്ഫറേസസ് എന്ത് ചെയ്യും? ഈ G എന്ന് പറയുന്ന ഗ്രൂപ്പിനെ എസ്സിൽ നിന്ന് വേർപ്പെടുത്തി S' അറ്റാച്ച് ചെയ്യിപ്പിക്കും. അതാണ് ട്രാൻസ്ഫർ ചെയ്തില്ലേ, G ഗ്രൂപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം S to S'. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറേസസ് എന്ന് വിളിക്കുന്നു. ഒരു ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്, ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രോലേസസ്. അവർ ചെയ്യുന്നത് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ, ഈഥർ, പെപ്റ്റൈഡ്, ഗ്ലൈക്കോസിഡിക്, കാർബൺ ഹാലൈഡ് ഓർ ഫോസ്ഫറസ് നൈട്രജൻ ബോൺഡ്സ്. ഇത്രയും ബോൺഡ്സിൻ്റെ ഹൈഡ്രോളിസിസ് നടത്തുന്ന ആൾക്കാരാണ് ഹൈഡ്രോലേസസ്. അതിന് എക്സാമ്പിൾ ഒരു സബ്സ്ട്രേറ്റ് പ്ലസ് വാട്ടർ ഫോംസ് X+Y. ഇതാണ് ഹൈഡ്രോലേസസിൻ്റെ എക്സാമ്പിൾ. അടുത്തത് ലയേസസ്. ലയേസസ് എന്ന് പറഞ്ഞാൽ ലൈറ്റിക്, അതായത് റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ് ഫ്രം ദ സബ്സ്ട്രേറ്റ് ബൈ മെക്കാനിസംസ് അതർ ദാൻ ഹൈഡ്രോളിസിസ് ലീവിങ് എ ഡബിൾ ബോണ്ട്. ഹൈഡ്രോളിസിസ് അല്ലാതെ വേറെ ഏതെങ്കിലും റിയാക്ഷനിൽ കൂടി ഒരു ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാം. അതിനെയാണ് നമ്മൾ അപ്പോൾ ഡബിൾ ബോണ്ടിനെ എക്സിസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാം.
അതാണ് ലയേസസ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇതിൽ കാർബൺ കാർബൺ രണ്ട് ഗ്രൂപ്പ് XY, എന്നിട്ട് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് XY എന്ന് പറയുന്ന ഗ്രൂപ്പിനെ അവർ റിമൂവ് ചെയ്തു. അതാണ് ലയേസസ്. നെക്സ്റ്റ് വൺ ഈസ് ഐസോമറേസസ്. ഐസോമർ എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. ഇപ്പോൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അവരുടെയൊക്കെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ അവർ സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ടാക്കുന്ന എൻസൈംസ് ആണ് ഐസോമറേസസ്. റീഅറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്കുലർ സ്ട്രക്ചർ ടു ഫോം ആൻ ഐസോമർ. ഇപ്പോൾ ഒരു ഗ്ലൂക്കോസിനെ ഫ്രക്ടോസ് ആക്കുന്നു, അല്ലെങ്കിൽ ഫ്രക്ടോസിനെ ഗ്ലൂക്കോസ് ആക്കുന്നു. ആ റീഅറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം വരുത്തുക. അതാണ് ഐസോമറേസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ലിഗേസസ്. ലിഗേസസ് ലിങ്കിങ് ടുഗെദർ. ലിഗേസസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂ പോലെയാണ് ലിങ്ക് ചെയ്യുന്നത്. ടുഗെദർ 2 കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ ഓക്സിജൻ, കാർബൺ സൾഫർ, കാർബൺ നൈട്രജൻ, ഫോസ്ഫറസ് ഓക്സിജൻ, അങ്ങനത്തെയൊക്കെ ബോൺസിൽ ലിങ്ക് ചെയ്യിപ്പിക്കുന്നതാണ് എന്ത്? ലിഗേസസ്. 2 ബോൺസിനെ ലിങ്ക് ചെയ്യിപ്പിക്കുന്നതാണ് ലിഗേസസ്. 2 കോമ്പൗണ്ട്സിനെ ലിങ്ക് ചെയ്യിപ്പിക്കുന്നതാണ് ലിഗേസസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എൻസൈംസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, എൻസൈംസ് ആർ പ്രോട്ടീൻസ്. ടേഴ്സറി സ്ട്രക്ചർ, അതിൻ്റെ ക്രവിസസ്, അതിന് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നു. ഫങ്ഷൻ ഈസ് ഇൻക്രീസസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് മീൻസ് നമ്പർ ഓഫ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ടൈം. പിന്നെ കെമിക്കലി ദേ ആർ പ്രോട്ടീൻസ്. എക്സെപ്ഷൻ റൈബോസൈം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ് ബട്ട് ഓൾ പ്രോട്ടീൻസ് ആർ നോട്ട് എൻസൈംസ്. ഈ എൻസൈമുകൾ നമ്മൾ പറഞ്ഞപ്പോൾ കാർബോണിക് അൺഹൈഡ്രേസ്, പ്രോകാർബോക്സി പെപ്റ്റിഡേസ് എന്നൊക്കെ പറയുന്ന എൻസൈമുകളെല്ലാം പ്രോട്ടീനാണ്. പക്ഷേ എല്ലാ പ്രോട്ടീനുകളും എൻസൈമാണോ? അല്ല. ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീനാണ്, പക്ഷേ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഒരു എൻസൈം അല്ല. അപ്പോൾ അതാണ് വ്യത്യാസം. ഓൾ വേർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് വേർട്ടിബ്രേറ്റ്സ് എന്ന് പറയില്ലേ, അതേ സെയിം അർത്ഥം വരുന്ന ക്വസ്റ്റ്യനാണിത്. ഓൾ പ്രോട്ടീൻസ് ആർ നോട്ട് എൻസൈംസ് വൈൽ ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. പിന്നെ പറയുന്നത് എൻസൈമിൻ്റെ സിമ്പിൾ എൻസൈം എന്താണ്, ഹോളോ എൻസൈം എന്താണ്. ഹോളോ എൻസൈം എന്ന് പറഞ്ഞാൽ നോൺ പ്രോട്ടീൻ പാർട്ട് ഉണ്ടാവും. പ്രോട്ടീൻ പാർട്ടിന് പറയുന്നവർ എപ്പോ എൻസൈം. നോൺ പ്രോട്ടീൻ പാർട്ട് കോഫാക്ടർ ആവാം, പ്രോസിറ്റിക് ഗ്രൂപ്പ് ആവാം. കോഫാക്ടർ എന്നാണ് അതിന് പറയുക. കോഫാക്ടർ 3 തരത്തിൽ: പ്രോസിറ്റിക് ഗ്രൂപ്പ്, കോ എൻസൈം, മെറ്റലയൻസ്. പിന്നെ എങ്ങനെയാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നു. പിന്നെ എൻസൈമിന് ചെറിയ സ്ട്രക്ചറൽ ചേഞ്ചസ് നടന്ന് സബ്സ്ട്രേറ്റിനെ വളരെ നന്നായി ബൈൻഡ് ചെയ്ത് പിടിക്കുന്നു. സബ്സ്ട്രേറ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, പ്രോഡക്റ്റ് ഉണ്ടാവുന്നു, എൻസൈമും പ്രോഡക്റ്റും ഫ്രീ ആവുന്നു. പിന്നെ എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത്? പ്രോസസ്സ് നടക്കാൻ വേണ്ടി സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റായി മാറുമ്പോൾ അതിനൊരു ട്രാൻസിയൻ്റ് എനർജി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യണം. അപ്പോൾ ആ സബ്സ്ട്രേറ്റിൻ്റെ നോർമൽ എനർജി ലെവലും ട്രാൻസിയൻ്റ് എനർജി ട്രാൻസിഷൻ സ്റ്റേറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലോവറിങ് ഓഫ് ആക്ടിവേഷൻ എനർജി. ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി: ടെമ്പറേച്ചർ, pH, കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. ഇപ്പോൾ ടെമ്പറേച്ചർ ആണെങ്കിലും pH ആണെങ്കിലും കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ആണെങ്കിലും ഇപ്പോൾ ടെമ്പറേച്ചറും pHും ആണെങ്കിൽ at first when temperature and pH increases, enzyme activity also increases. But beyond a certain level, that level is known as optimum level, beyond which the enzyme activity declines. pH കൂട്ടിയാലും ടെമ്പറേച്ചർ കൂട്ടിയാലും. ഇനി in case of concentration of substrate, at first when the concentration of substrate increases, the reaction rate also increases. When it reaches a maximum value, that is known as Vmax, that is, in this state all the enzymes will be saturated with the substrates and there is no available enzymes with free active site. So beyond the Vmax level, enzyme activity goes steady. അതായത് ഡിക്ലൈൻ ചെയ്യില്ല, പക്ഷെ സ്റ്റഡി ആയിട്ട് നിൽക്കും. അവിടെയാണ് Vmaxലാണ് മാക്സിമം ആക്ടിവിറ്റി കാണിക്കുന്നത്. പിന്നെ ടൈപ്പ് ഓഫ് എൻസൈം ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ദേ കാറ്റലൈസ്ഡ്. ഇത്രയുമാണ് എൻസൈം എന്ന് പറയുന്നത്. അതോടുകൂടി നമ്മുടെ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഓക്കെ.